എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടു കാണും. ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്, എനിക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണം, ജീവിത വിജയം നേടണം, അല്ലെ? ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞാനും വർഷങ്ങൾക്ക് മുമ്പേ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ് ആൻഡ് എനിക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണം. നമ്മളെല്ലാരും തിരിച്ചറിയണം. ഇതിൽ എത്ര പേരുണ്ട്? എല്ലാരും നിങ്ങൾ വേൾഡ് ഫേമസ് ആകണം, എല്ലാരും നമ്മളെ തിരിച്ചറിയണം. അത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മാർഗത്തിൽ, കുപ്രസിദ്ധിയല്ല. നമ്മള് നമ്മള് നല്ല മാർഗത്തിലൂടെ, നന്മയുടെ മാർഗത്തിലൂടെ നമ്മളെ ലോകം അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഉള്ളവര് ഐ എന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട്, ഐ ഫോർ ഞാൻ എന്നുള്ള ഐസ്ക്രീമിന്റെ ഐ ഉണ്ടല്ലോ, ഐ. എത്ര പേരുണ്ട്? നിങ്ങൾ ഈ ലോകത്തെ നിങ്ങളെ അറിയപ്പെടണം. ഞാൻ സത്യം പറഞ്ഞ രാവിലെ എഴുന്നേറ്റ് വന്ന ഈ നിമിഷം മുതൽ ഇങ്ങനെ ഹൈ എനർജിയിലാണ്. എനർജി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം സന്തോഷം. അപ്പോ എന്റെ സന്തോഷം നിങ്ങളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മളും ഹാപ്പി ആയിരിക്കും. നമ്മൾ ഹാപ്പി ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പലരും വിചാരിക്കും എപ്പോഴും സന്തോഷമായിരിക്കും, നടക്കുന്ന കാര്യമൊന്നും അല്ല ടീച്ചർ. എപ്പോഴും ഇങ്ങനെ ഹാപ്പിനെസ്സിൽ തുള്ളിച്ചാടി നടക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോ എങ്ങനെയാ ഞങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക? ടീച്ചർ പറയുന്ന പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര പാടാണ് എന്ന് പറയുന്നവരുണ്ട്. സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ, ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്സിൽ, അതുപോലെ ടീച്ചറിന്റെ മെന്ററിംഗ് ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് അറിയാം എത്രത്തോളം ഈസി ആണ് എന്നുള്ളത്, അല്ലെ? ഇപ്പൊ ഗോൾഡിൽ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ആ ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ആദ്യമൊക്കെ അത്രയും സന്തോഷം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അവരൊക്കെ ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ജീവിത വിജയം നേടണമെങ്കിൽ നിങ്ങൾക്കറിയാമോ സക്സസിന്റെ സീക്രട്ട് എന്താണെന്ന്? ബി ഹാപ്പി 24 hours a day. 24 മണിക്കൂറും സന്തോഷമായിരിക്കുക. പോസിബിൾ ആണോ? അതെ. സാഹചര്യങ്ങൾ വരും. പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ് എന്ന് പറയാൻ നമുക്ക് അക്കോർഡിംഗ് ആയിരിക്കണം എന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാ ആൾക്കാരും നമ്മളോട് ബിഹേവ് ചെയ്യണം എന്ന് വെച്ചാൽ നടക്കൂല. നമ്മള് ആൾക്കാർ പല രീതിയിലും പല സാഹചര്യത്തിലുള്ളവരാണ്. പലരും പല കമന്റും പറയും. ചിലരൊക്കെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റ് ഒക്കെ വരുമ്പോൾ ചിലർ ഭയങ്കരമായിട്ട് തളർന്നിട്ട് ഷോ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തളരുന്നവരുണ്ട്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകളും സിറ്റുവേഷനും ഒന്നും നമുക്ക് അക്കോർഡിംഗ് അല്ലെങ്കിൽ പോലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. കാരണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഹാപ്പിനെസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ലൈഫിൽ സക്സസ് നേടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കണം. പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയുമില്ല, എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കും. ഇതിലിരിക്കുന്ന പലർക്കും അങ്ങനെയുള്ള ഒരു തോന്നലുണ്ടായിരിക്കാം, ഞാനൊരു ഡിസിപ്ലിൻഡ് ലൈഫ് അല്ല, എന്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ക്ലാരിറ്റി ഇല്ല, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം മുമ്പോട്ട്. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ക്ലാരിറ്റി വരും. എനിക്കും ഒറ്റ ദിവസം കൊണ്ട് എന്റെ ലൈഫ് പർപ്പസ് മനസ്സിലായതല്ല. എനിക്കിങ്ങനെ ദിവസവും മെഡിറ്റേഷൻ ചെയ്ത് വന്നപ്പോ മനസ്സിൽ ഇങ്ങനെ ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിക്കാൻ തുടങ്ങി. നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് പവർ ഒക്കെ വർദ്ധിക്കും നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് വരുമ്പോൾ. മനസ്സിൽ ഇങ്ങനെ ഇൻറ്റ്യൂഷൻസ് വരാൻ തുടങ്ങി, ഇന്ന കാര്യം ചെയ്യും. അപ്പോ ഇതിനു മുമ്പൊക്കെ ഞാൻ പല കാര്യങ്ങളും ചെയ്ത് സക്സസ്ഫുൾ ആകാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ ഇത് മനസ്സിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഞാനത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല. എങ്കിലും നമ്മളുടെ ശരിക്കുമുള്ള ട്രൂ ഇൻറ്റ്യൂഷൻ ആണ് നമ്മളെ ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കാൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പുഷിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പുഷ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സക്സസിന് മീതെ സക്സസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ 27K സബ്സ്ക്രൈബേഴ്സ് ആയി. നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്ന് കണക്ട് ആവുന്നു. നമ്മുടെ ക്ലാസ്സിൽ നെക്സ്റ്റ് മന്ത് ബാച്ചിലേക്ക് ഇതുവരെ ഉള്ളതിനേക്കാൾ സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? ഇതെന്തെങ്കിലും മാജിക് ആണോ? ചിലർ പറയും ഇതൊക്കെ മാജിക് ആണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, ചിലരുടെയൊക്കെ ലൈഫിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഇല്ല, എല്ലാവരുടെയും ലൈഫിൽ ഈ സക്സസ് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ മാനസിക അവസ്ഥ എങ്ങനെയാണ്? പലരും പലതരത്തിലുള്ള സങ്കടത്തിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാഹചര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒക്കെ നമ്മളെ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി, ആരെങ്കിലും ഒന്ന് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വിഷമം. ഇങ്ങനെ നമ്മൾ ഹാപ്പി സാഡ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ
നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ സന്തോഷമായിരിക്കുക എന്നുള്ളത് ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ആയിട്ടിരിക്കണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ആ സന്തോഷം. ഇപ്പോൾ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കറിയാം ടീച്ചർ ആ ഒരു അലൈൻമെന്റിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി അതിന് എന്തൊക്കെ ചെയ്യണം 30 ഡേയ്സ് ചാലഞ്ച് ഒക്കെ തന്ന് കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് നേടണമെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ആയിരിക്കണം. ഇതിലുള്ള എത്ര പേർക്ക് തോന്നുന്നുണ്ട് എന്റെ ലൈഫ് ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ആണെന്ന്? അങ്ങനെയുള്ളവർ യെസ് എന്ന ചാറ്റ് ബോക്സിൽ കമന്റ് ഇടും. യെസ്. അപ്പോ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഡിസിപ്ലിൻ ഇസ് ദ എബിലിറ്റി to control your impulses, emotions and behavior to achieve long term goals. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നല്ല ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ടീച്ചർ കണ്ണാടി വെച്ചത് വരുന്നോണ്ടല്ല, നമ്മൾ എപ്പോഴും ഫുൾ ടൈം ഈ സ്ക്രീനിൽ നോക്കിയിരിക്കണല്ലോ. അപ്പൊ ആ ഒരു ബ്ലൂ റേസ് അടിച്ചിട്ട് കണ്ണിന് ഒരു ഇത് വരണ്ടാന്ന് വെച്ചിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് എപ്പോഴും കണ്ണാടി യൂസ് ചെയ്തിട്ട് മാത്രം സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കും. സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കും മാത്രമേ ഈ പരിപാടികൾ, അല്ലാത്തപ്പോഴൊന്നും കണ്ണാടി വെക്കാറില്ല. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ആയാലും പ്രൊഫഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നല്ല ലൈഫ് നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾ എന്താണ് ഈ ഡിസിപ്ലിനോടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്ന് വിചാരിച്ച് നമ്മൾ പട്ടാള ചുട്ടയിൽ ഇങ്ങനെ ജീവിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ലൈഫിൽ കുറെ അധികം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡിസിപ്ലിൻ പാലിക്കണം. അപ്പോ എന്തുകൊണ്ടാണ് ഡിസിപ്ലിൻ ലൈഫിൽ ഇത്രയും പ്രധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലിപ്പോ സ്കൂളൊക്കെ തുറക്കാറായി, നാളെ തൊട്ട് സ്കൂൾ തുറക്കുകയാണ്, മക്കൾ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങും. നമുക്കറിയാം കുഞ്ഞുങ്ങൾ ആ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് റൊട്ടീൻ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. അവരൊരു അടുക്കും ചിട്ടയിൽ എഴുന്നേക്കുന്ന സമയം എപ്പോഴെങ്കിലും അവർക്ക് തോന്നിയ സമയത്ത് എഴുന്നേക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി, രാത്രി പഠിച്ചാലായി, പഠിച്ചില്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതമാണ് ഇവര് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യത്തിലേക്ക് ഒന്നും ഒരു ഫോക്കസും ഇല്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും. ഇന്നിപ്പോ ലൈവിൽ പോയപ്പോ നമ്മുടെ ടീനേജ് ബാച്ചിൽ പങ്കെടുക്കുന്ന ഓരോ സ്റ്റുഡൻസും വന്ന് ടീച്ചറിന്റെ കുട്ടികൾക്കുള്ള ബാച്ച് സൂപ്പറാണ്, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അടുത്ത ദിവസം നാളത്തെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോ സന്തോഷം കൊണ്ട് സത്യം പറയാൻ എന്റെ കണ്ണ് നിറഞ്ഞു. കാരണം കുഞ്ഞുങ്ങൾക്ക് അത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെ അവർക്ക് പാഠ്യ വിഷയത്തിലും പാഠ്യേതര വിഷയത്തിലും ഏറ്റവും മുൻപന്തിയിൽ എത്താന്ന ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത്. ടോപ്പേഴ്സിന്റെ സ്റ്റഡി സീക്രറ്റ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ടോപ്പേഴ്സ് ഇത്രയും മാർക്ക് മേടിക്കുന്നത്, വെറുതെ ഒന്നുമല്ല, അവർ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ആ സക്സസിലേക്ക് എത്തുന്നത്. അപ്പൊ ടോപ്പേഴ്സിന്റെ സ്റ്റഡി സീക്രറ്റ്സ് നമുക്ക് മനസ്സിലാക്കി നമുക്കും ആ സക്സസിലേക്ക് എത്താൻ പറ്റും. അപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 12-ാം തീയതിയാണ്. അപ്പൊ നേരത്തെ അഡ്മിഷൻ എടുത്തിട്ട് അതും സീറ്റുകൾ ഏകദേശം ഫില്ല് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. കാര്യം സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സിന് അവിടുത്തെ പോർഷൻസ് പഠിപ്പിച്ചു തീർക്കാൻ തന്നെ ടീച്ചേഴ്സിന് സമയമില്ല. പാവങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പേരൻസ് രാവിലെ ജോലിക്ക് വരുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള കുറേയധികം തിരക്കുകൾ. കുഞ്ഞുങ്ങളെ ആർക്കൊന്നും കേൾക്കാൻ സമയമില്ല. ഫ്രണ്ട്സിനോട് എന്തൊക്കെ കാര്യങ്ങൾ തുറന്ന് പറയും, ഫ്രണ്ട്സിനോട് പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാനായി ഒരു മെന്റർ എന്നുള്ള നിലയിൽ, എസ്പെഷ്യലി ഒരു അമ്മ എന്നുള്ള നിലയിൽ അവർക്ക് ആ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷം, അവർക്ക് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ, അവർക്ക് ഈ പറയുന്ന കിഡ്സും ടീനേജ് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് ഇങ്ങനെ ക്ലാസ് സജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഒരുപാട് പേര് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേര് സ്പോൺസർ ചെയ്യുന്നുണ്ട്. ടീച്ചറെ എനിക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ക്ലാസ് സ്പോൺസർ ചെയ്യണം എന്നിട്ട് അങ്ങനെ സ്പോൺസർ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു ഫീസ്, ഒരു മാസത്തെ ക്ലാസ്സിന് ഒരു 1000 റുപ്പീസ് മാത്രമേ ഉള്ള ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഫീസാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഡിസിപ്ലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കേണ്ടത് അത്യാവശ്യമാണോ? കാരണം ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ ഇടയ്ക്കും മുറയ്ക്കും വല്ലപ്പോഴും പ്രാക്ടീസ് ചെയ്തത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ചെയ്യേണ്ട. മെഡിറ്റേഷൻ, ഞാൻ ചിലരോട് ചോദിക്കും മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. എന്ന് ചെയ്യോ? എന്നൊന്നുമില്ല, ചിലപ്പോഴൊക്കെ ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടൊരു ഫലം ഉണ്ടാവുമെന്ന്? എല്ലാ ദിവസവും വേണം. അപ്പോ ഞാൻ കഴിഞ്ഞൊരു 3 വർഷത്തോളമായി എന്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് മുതൽ ഏകദേശം 3 വർഷം ആകാറാകുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും മെഡിറ്റേഷനും, എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാ ദിവസവും ഈ പ്രാക്ടീസുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സക്സസ് ലഭിച്ചത്. അപ്പോ നമുക്ക് ആ ഒരു ഡിസിപ്ലിനോട് കൂടി നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ സക്സസ് കിട്ടൂ. മിക്കവർക്ക് സക്സസ് കിട്ടാത്തതിന്റെ റീസൺ എന്താ? കൃത്യമായിട്ട് ഫോളോ ചെയ്യില്ല, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. പലരും ടീച്ചറോടൊപ്പം സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ കണക്ട് ആയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്?
അവർക്ക് കൃത്യമായിട്ട് ടീച്ചർ ക്ലാസ്സിൽ വരുന്ന നമുക്ക് ഇന്ന പ്രാക്ടീസ് ചെയ്യുന്ന കൂടെ നിർത്തി അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർ ചെയ്യും. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ മുന്തി തള്ളാൻ പുറകിൽ ആരെങ്കിലും വേണം. അത് 99.99% ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. കുറച്ചു പേരുണ്ട് അങ്ങനെ ഒരു ഡിസിപ്ലിൻ സ്വന്തമായിട്ട് ചെയ്യണമെന്നൊക്കെ തോന്നി ചെയ്യുന്നവർ. അത് മാത്രമല്ല, നമുക്കൊരു മെന്റർ ഡെയിലി വന്ന് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ട്രാക്കിൽ പോകാൻ തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഈ പ്രാക്ടീസ് മുടങ്ങാതെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിന്റെ ഗ്രോത്ത്. ഇപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടു, പിന്നെ വീഡിയോസേ ഇടാതിരുന്നു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഗ്രോത്ത് അവിടെ സ്റ്റക്കായിപ്പോ. നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസിയോട് കൂടി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ നിങ്ങളിൽ പലരും ഇപ്പോ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് തോന്നും കുറച്ചൊക്കെ ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മുടെ പാഷനെയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഗോൾഡ് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് ലൈഫ് പർപ്പസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഓരോ സ്റ്റുഡൻസും ആനന്ദ കണ്ണുനീർ അണിഞ്ഞുകൊണ്ട് പറഞ്ഞു, ടീച്ചർ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് ടീച്ചർ പഠിപ്പിച്ചു തരുന്ന കാര്യം. ഓരോ മനുഷ്യനും അവന്റെ പാഷനെ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അവന്റെ ലൈഫ് പർപ്പസ് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ലൈഫ് അത്രയും അർത്ഥവത്താകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, രാവിലെ എഴുന്നേറ്റപ്പം എന്നും അങ്ങനെയാണ്. ഇന്നത്തെ കാര്യം ഞാൻ പറയാം, എഴുന്നേറ്റപ്പം മുതൽ ഈ നിമിഷം വരെ എനർജി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആ സന്തോഷം സഹിക്കാൻ വയ്യാത്ത അത്രയും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ പാഷനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നു. ഇപ്പൊ എന്റെ ആ ഒരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എനിക്കത് സന്തോഷമാണ്. എനിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അവർക്കൊരു അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അത് എന്റെ ലൈഫ് പർപ്പസ് ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ലൈഫ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോ ഏത് പ്രവൃത്തി ചെയ്താലും, ഏത് ബിസിനസ് ആണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ശരിക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. പലരും എന്ത് ചെയ്യുക, ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ആ ജോലി അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കില്ല. അങ്ങനെ ആകുമ്പോഴാണ് മടുപ്പ് വരുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങള് ഇപ്പൊ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്ന് എഞ്ചിനീയറിംഗിന് ചേർക്കുകയാണ്. അവന്റെ ആ ഒരു എഞ്ചിനീയർ ആയിരിക്കും, അതായത് അവൻ ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചു, പക്ഷെ പേരൻസ് നിർബന്ധിച്ച് എഞ്ചിനീയറിംഗിന് വിട്ടു. അവനൊരു നല്ല എഞ്ചിനീയറായി മാറാൻ കഴിയില്ല, അവൻ അതിനകത്ത് തീരെ താല്പര്യമില്ല. ആ ഒരു ജീവിതകാലം മൊത്തം അവനിങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം, നമ്മൾ ചാക്കോമാഷ് കളിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി എനിക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ മോനെ അങ്ങ് ഡോക്ടർ ആക്കിയേക്കാമെന്നുള്ള നേർച്ചയൊന്നും നേരാതെ, കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അവരുടെ പാഷൻ എന്താണ്, അവർക്ക് എന്ത് ചെയ്യുമ്പോഴാ ഹാപ്പിനെസ് കിട്ടുക, അവരുടെയൊക്കെ ഒരു ഭാവി തല്ലി തകർക്കല്ലേ. ആസ് എ ടീച്ചർ, ആസ് എ മെന്റർ, ആസ് എ എന്താ പറയാ അമ്മ, ഞാൻ പറയാണ്. കാര്യം എന്റെ മക്കൾക്ക് അവർക്ക് ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം നമുക്ക് പിന്നെ പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മക്കളെ ഇന്നതാണ് കുറച്ചുകൂടെ നല്ലൊരു ഏരിയ, നിനക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ നിന്ന് നമ്മൾ അവരെ പിടിച്ചു മാറ്റി നിങ്ങൾ ഇതേ ചെയ്യാൻ പാടുള്ളൂ, ഒരു ജീവിതകാലം മൊത്തം മക്കൾ നമ്മളെ പഴിച്ചുകൊണ്ടിരിക്കും. അന്ന് ഞാൻ ഈ കോഴ്സ് എടുക്കാന്ന് പറഞ്ഞപ്പോ അമ്മ എന്നെ സമ്മതിച്ചില്ല, അച്ഛൻ എന്നെ സമ്മതിച്ചില്ല, അത് കാരണം ഞാൻ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ പല പേരൻസും കണ്ണുനീർ അണിഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് പറയാറുണ്ട്, ടീച്ചർ എനിക്ക് ഇന്നത് ഭയങ്കര വിഷമമുണ്ട്, എന്റെ കുഞ്ഞിന്റെ ആ ഒരു പാഷനെ എനിക്ക് കറക്റ്റ് ആയിട്ട് അവരാഗ്രഹിച്ച ആ നിലയിലേക്ക് അവരെ വിടാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്നത്തെ എന്റെ ഒരു ദുർവാശി കൊണ്ട് ഇന്ന് അവൻ സ്ട്രഗിൾ ചെയ്യലല്ല, അവൾ സ്ട്രഗിൾ ചെയ്യാം. അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ മക്കൾക്ക് വരാതിരിക്കട്ടെ. ഓക്കെ, അപ്പം എന്റെ ഈ ഒരു ഗ്രോത്തിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ആ ഒരു ഡിസിപ്ലിനോട് കൂടിയുള്ള ഒരു ലൈഫാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഒരു 1 hour എങ്കിലും നമുക്ക് വേണ്ടിയുള്ള ഒരു മീ ടൈം, മീ ടൈം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ എല്ലാവർക്കും വേണ്ടി സമയം കൊടുക്കാറുണ്ട്. നമ്മുടെ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഇൻലോസിന് വേണ്ടി, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി സമയം. സ്വന്തം കാര്യം നമുക്ക് വേണ്ടി ഒരു മീ ടൈം കൊടുത്തിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും, ഇന്ന് മെഡിറ്റേഷൻ ചെയ്ത് എത്ര പേരുണ്ട്? മെഡിറ്റേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തവര് ഐ എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ഇടും, നോക്കട്ടെ. കറക്റ്റ് ആയിട്ട് ചെയ്തവര് കുറെ പേര് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ, മുടക്കം വരാതെ ചെയ്യണം. അപ്പൊ മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് വാക്കും എല്ലാ പ്രാക്ടീസുകളും കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗോൾസ് നേടാൻ നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേഴ്സണൽ ഗോൾസ് ഒക്കെ നേടാനായിട്ട് ഈ ഡിസിപ്ലിൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോ വിഷ്വലൈസേഷൻ ആണെങ്കിലും അഫർമേഷൻസ് ആണെങ്കിലും, നിങ്ങൾക്കറിയാം ഞാൻ വളരെ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, വിഷ്വൽ പേഴ്സൺ. എനിക്ക് വിഷ്വലൈസേഷൻ കറക്റ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വിഷ്വലൈസേഷനിലൂടെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ബോഡി വെയിറ്റ് ആണ്. അപ്പോ മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു എങ്ങനെ ബോഡി വെയിറ്റ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് കുറയ്ക്കാം എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാത്തവരതൊന്ന് കാണുക. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊപ്പം ഞാനും ട്രൈ ചെയ്യണം. അപ്പോഴത്തെ എന്റെ വെയിറ്റ് 86 kg ആയിരുന്നു, എനിക്കത് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിഷ്വലൈസേഷൻ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫുഡോ ബാക്കി കാര്യങ്ങളോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പോയില്ല. ഞാൻ വിഷ്വലൈസേഷനാണ് ചെയ്തത്. എന്റെ ബോഡി പെർഫെക്റ്റ് ഷേപ്പിലേക്ക് എത്തുന്നത്, ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള വെയിറ്റിലേക്ക് ഞാൻ എത്തുന്നതും
എനിക്ക് എല്ലാവരും അപ്രീസിയേഷൻ കിട്ടുന്നത്, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഇപ്പം വെയിറ്റ് കുറച്ചല്ലേ, ഇപ്പൊ നന്നായിട്ടുണ്ട്, ഈ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ, സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തതായിട്ടൊക്കെ വിഷ്വലൈസേഷൻ ചെയ്തു. എക്സാക്ട്ലി ഐ മാനിഫെസ്റ്റഡ് ദ സെയിം. ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ സ്റ്റുഡൻസ് പറയാറുണ്ട്, ടീച്ചർ ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്തോ? ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല, വിഷ്വലൈസേഷൻ ചെയ്തതേ ഉള്ളൂ. അതുപോലെ ലൈവിൽ വരുമ്പോൾ സ്റ്റുഡൻസ് പറയാറുണ്ട്, നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട്, ഹസ്ബൻഡ് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, യെസ് ഇപ്പൊ നന്നായിട്ട് വെയിറ്റ് ബാലൻസ്ഡ് ആയിട്ടുണ്ട്, ഇങ്ങനെ തന്നെ പോയാൽ മതി. അപ്പൊ വിഷ്വലൈസേഷന്റെ പവർ, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് ഈ അറിവൊക്കെ നേടിയിട്ട് ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാതെ 4 ദിവസം 5 ദിവസം ചെയ്തിട്ട് കളഞ്ഞ രക്ഷയില്ല. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അഫർമേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ മണി അഫർമേഷൻസ് കിടപ്പുണ്ട്. സുജ ആർ മോഹൻ മണി അഫർമേഷൻസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ മണി അഫർമേഷൻസ് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ ഒന്ന് കേട്ട് നോക്കുക. ഇതും വല്ലപ്പോഴും ചെയ്തിട്ട് കാര്യമില്ല, സ്ഥിരമായിട്ട് കേൾക്കണം. ആ മണി അഫർമേഷൻസ് ഒക്കെ കേട്ടാൽ തന്നെ നമുക്ക് എത്രത്തോളം നമുക്ക് കഴിഞ്ഞ കോഴിക്കോടല്ല എറണാകുളം അബണ്ടൻസ് വന്നപ്പോൾ ഒരു സ്റ്റുഡന്റ് പറയണ്ട, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് എത്രയോ ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു. ഈ മണി അഫർമേഷൻസ് കേട്ട് അദ്ദേഹത്തിന്റെ ആ കടബാധ്യത മാറി. ഇപ്പൊ എപ്പോഴും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 50,000 ലക്ഷം രൂപ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് മാത്രമേ നമുക്ക് റിസൾട്ട് തരും. മിക്കവർക്കും പറ്റാത്തെന്ന് പറഞ്ഞാൽ അവരത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറില്ല. അപ്പൊ ഈ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ഒന്നാമതായിട്ട് സെറ്റ് ക്ലിയർ ഗോൾസ്. കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. ജീവിതത്തിനൊരു ലക്ഷ്യബോധം വേണം. പലർക്കും ജീവിതത്തിന് ഒരു ലക്ഷ്യബോധവും ഇല്ല. ആർക്കൊക്കെ വേണ്ടി എങ്ങനെയൊക്കെയോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് പലർക്കും ഉള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്യണം. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ വേണമെന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ എന്തൊക്കെ വേണം അതെനിക്ക് ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ഓരോ സമയത്തും നേടാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എല്ലാവരും ടീച്ചറിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരറിയാം, അവർ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ അവരൊക്കെ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്രിയേറ്റ് എ റൊട്ടീൻ. ഡെയിലി നമുക്കൊരു റൊട്ടീൻ ഉണ്ടായിരിക്കും. ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ ഇപ്പൊ മക്കൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ പിള്ളേർ പോയി കഴിയുമ്പോൾ ആ ഫോൺ എടുത്തുകൊണ്ട് നേരെ കട്ടിൽ പോയി കിടന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മറ്റു പലരുടെയും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും പലരുടെയും വീഡിയോസും ഇങ്ങനെ അൺനെസസറി ആയിട്ടുള്ള, അതായത് ഞാൻ പറയുന്നത് നമുക്കിപ്പോ മോട്ടിവേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള നല്ല വീഡിയോസിന്റെ കാര്യമല്ല. മറ്റുള്ളവർ എവിടെ പോകുന്നു, അവരെവിടെ ട്രാവൽ ചെയ്യുന്നു, നമുക്ക് ഓക്കെ എന്റർടൈൻമെന്റ് വേണ്ടാന്ന് ഞാൻ പറയുന്നത്. നമുക്ക് കുറച്ച് സമയത്ത് ഇങ്ങനെ കണ്ട് ഒരു വീഡിയോ കണ്ട് അടുത്തത് കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് യൂട്യൂബിലെ ഷോർട്സ് കണ്ട് ഇങ്ങനെ സമയം ഉച്ചയാകുമ്പോഴായിരിക്കും അശ്ശോ ഞാൻ ഇത്രയും സമയം പാഴാക്കി. അവിടെ ആ സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്തു. നമ്മളോട് തന്നെ ചോദിക്കുക. കൺസിസ്റ്റൻസി വളരെയധികം മസ്റ്റാണ്. നമ്മൾ സ്ഥിരതയോടെ പ്രാക്ടീസ് ചെയ്യണം. മിക്കവർക്കും ഇല്ലാത്ത കാര്യവും കൺസിസ്റ്റൻസിയാണ്. അപ്പം നമ്മളൊരു ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കുക. നിങ്ങൾ എല്ലാവരും ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കിയോ? അപ്പോൾ എസ്പെഷ്യലി സ്ത്രീകൾ നാളെ മുതൽ മക്കൾ സ്കൂളിൽ പോകുന്നവരൊക്കെ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം, എത്ര മണിക്കുള്ളിൽ കുഞ്ഞുങ്ങളെ ഒരുക്കി സ്കൂളിൽ വിടണം, എത്ര മണിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളൊരു ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കുക. ഇത്ര സമയത്ത് നമ്മൾ ഒന്ന് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് അതിലോട്ടൊന്ന് പോകാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കി. അതുപോലെ നിങ്ങൾ ഓരോ മണിക്കൂറും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കാം. അപ്പൊ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഉച്ചയ്ക്ക് 1 മണിക്കുണ്ട്, രാത്രി 9 മണിക്കുണ്ട്. അപ്പൊ ആ ബാച്ച് ആ ക്ലാസിന്റെ സമയം കൃത്യമായിട്ട് ആ സമയം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ട് കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥ പലർക്കും കാണും. അങ്ങനെ എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് തലയിൽ വെക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം ചെയ്യാനുള്ളത് ആദ്യം ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക, അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. പിന്നീട് അതിനുശേഷം ലെസ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഓരോ ടാസ്കിനെ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ഹൈ പ്രയോറിറ്റി ഉള്ള ടാസ്കുകൾ നമ്മൾ ആദ്യം ചെയ്യുക. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ചുറ്റുപാടും ഒക്കെ നല്ല ഓർഗനൈസ്ഡ് ആക്കി വെക്കുക. നമ്മുടെ എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ശല്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതായത് നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുക. അതിനോടൊക്കെ എന്ത് ചെയ്യുക, നോ പറയുക. അതിനെയൊക്കെ ഒഴിവാക്കുക. ഡിസ്ട്രാക്ഷൻസ്, ചിലപ്പം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണം നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് ലൈഫ് തരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളോ ഡിസ്ട്രാക്ഷൻസോ ഒക്കെ നമ്മുടെ ലൈഫിലൂടെ തീരുമാനിക്കും. ഇപ്പൊ ഒരു അടുത്ത ഈ ജൂൺ മുതലുള്ള പുതിയൊരു അധ്യയന വർഷം, അപ്പോ നിങ്ങളുടെ മക്കളുടെ അധ്യയന വർഷം പോലെ തന്നെ നിങ്ങളും നിങ്ങൾക്കായിട്ടുള്ള ഒരു ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്യുക. എന്തൊക്കെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം, മടിയും അലസത, പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കല്, ഇതൊക്കെ
നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻസിൽ കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ സെൽഫ് റിവാർഡുകൾ നൽകുക. ടീച്ചർ സിൽവർ മെമ്പർഷിപ്പിലൊക്കെ ചെയ്യിക്കാറില്ല, നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ റിവാർഡുകൾ കൊടുക്കുക. ലേൺ ടു സേ നോ. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. ഇല്ലാതെ നമ്മൾ നോ പറയാൻ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു 1 hour വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് സമയം കിട്ടുന്നതിനനുസരിച്ച് പറ്റുമെങ്കിൽ കുറേശ്ശെ കാണുക. സമയം ഉണ്ടെങ്കിൽ ഒരുമിച്ചത് കാണുക. സമയം നമ്മൾ പാഴിക്കളയാതിരിക്കുക. നമുക്കറിയാം വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ ടൈം തന്നെയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത് എത്ര സമയം? 24 മണിക്കൂർ. ആ സമയത്തിന് നമ്മൾ വെറുതെ പാഴിക്കളഞ്ഞ്, വെറുതെ സീരിയൽ കണ്ട്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം പാഴിക്കളയാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിന് മാച്ച് ആകാത്ത കാര്യങ്ങളോടൊക്കെ നിങ്ങൾ നോ പറഞ്ഞു. ലക്ഷ്യത്തിന് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം, ജീവിതത്തില് വളരെയധികം സക്സസ് നേടണം, വിജയിയാകണം. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ലൈഫിൽ സക്സസ് കിട്ടുന്നത് വളരെ സെലക്ട് ആയിട്ടുള്ള ചില ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ സക്സസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് എനിക്കറിയാം, ആരാണോ കൃത്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അത് കറക്റ്റ് ആയിട്ടുള്ള വെയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കും സക്സസ് ലഭിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ഫോക്കസ് അതിലോട്ട് കൊടുക്കുക. വേണ്ടാത്ത 100 കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് അതിലേക്ക് കൊടുക്കാതെ നമ്മുടെ ലക്ഷ്യത്തിന് മാച്ച് ആകാത്ത കാര്യങ്ങളോടൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നോ പറയണം. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് മാച്ച് ആകാത്ത ആളുകളോടും എന്ത് പറയണം? നോ പറയണം. എപ്പോഴും നമ്മൾ ലക്ഷ്യത്തിന് മാച്ച് ആകാത്ത പ്രവൃത്തികളോടും നോ പറയുക, ആളുകളോടും നോ പറയുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് എപ്പോഴും ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത്, നമ്മുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത്, അത് നേടാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പല സിറ്റുവേഷൻസ് വരും. നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാവരുടെ ലൈഫിൽ എല്ലാ സിറ്റുവേഷൻസും ഓക്കെ ആയിട്ടല്ല അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എല്ലാവർക്കും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ സിറ്റുവേഷനിലേക്ക് ഒന്നും നോക്കാതെ എപ്പോഴും എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ എന്റെ സന്തോഷത്തെ നശിപ്പിക്കില്ല തീരുമാനിച്ച് നമ്മൾ ഹാപ്പിനെസ്സിൽ ഇരിക്കുക. അപ്പോ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. പലരും ആ ഒരു ഡിസിപ്ലിനിലേക്ക് എത്താറേ ഇല്ല. അല്ലെങ്കിൽ കുറച്ച് ദിവസം ചെയ്യും, പിന്നീട് അങ്ങനെ അതിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കുക. അപ്പൊ നമ്മുടെ ഈ 30 days ക്ലാസ് ഒക്കെ ഞാൻ വെച്ചേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസിപ്ലിൻ പറ്റാത്തവർക്ക് എന്താ എല്ലാ ദിവസവും ടീച്ചറിനോടൊപ്പം വന്ന് പ്രാക്ടീസ്. ഇപ്പൊ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് നമുക്കിനി മെഡിറ്റേഷൻ ചെയ്യാം. ഇപ്പൊ ടീച്ചർ പിടിച്ചിരുത്തി മെഡിറ്റേഷൻ ചെയ്യിക്കുന്നോണ്ട് ചെയ്യും, അല്ലെങ്കിൽ അതും ചെയ്യത്തില്ല. ബാക്കിയുള്ള പ്രാക്ടീസുകൾ ചെയ്യാം. അങ്ങനെ ചെയ്യിക്കുന്നത് കൊണ്ട് ഇത് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ചെയ്യുകയില്ല. പിന്നെ ടീച്ചർ ക്ലാസ്സിൽ ഓരോ ദിവസം പുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ ന്യൂറൽ പാത്വേസ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയൊരു വ്യക്തിയെ നമ്മൾ പോലും അറിയാൻ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറും. അപ്പോൾ നമ്മുടെ ലൈഫിൽ പല ചാലഞ്ചസും വരും. മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പല ചാലഞ്ചസും വരും. ആ ചാലഞ്ചസിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? കുഞ്ഞു സ്റ്റെപ്പ് എടുക്കുക. വലിയ കാര്യങ്ങൾ നമ്മൾ എടുത്ത് തലയിൽ വെക്കാതെ കുഞ്ഞു സ്റ്റെപ്പ്, നമ്മളെ മാറ്റം വരുത്താനായിട്ട് കുഞ്ഞു ബേബി സ്റ്റെപ്സ് എടുക്കുക. ഒറ്റ ദിവസം കൊണ്ടാവും, നാളെ തൊട്ട് ഞാൻ നന്നാവാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കൽ. ഓരോ ദിവസം ചെറിയ സ്റ്റെപ്പ് എടുക്കുക. അപ്പൊ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ ബേബി സ്റ്റെപ്സ് എടുക്കുക. എക്സസൈസ് ഒരു 10 പ്രാവശ്യം വീതം ഓരോന്നും ചെയ്യാനുള്ളത് 2 or 3 തവണ വീതം ചെയ്യുക. പിന്നെ അത് കൂട്ടി കൊണ്ടുവരിക. പിന്നെ ഒരു 10ലേക്ക് എത്തിക്കുക. അങ്ങനെ പതുക്കെ ബേബി സ്റ്റെപ്സ് എടുത്ത് നിങ്ങൾ തുടങ്ങാം. അപ്പൊ രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേക്കാനായിട്ട് നോക്കുക. രാവിലെ ഒരു 5 മണിക്ക് മുന്നേ ഒക്കെ എഴുന്നേക്കുക. എത്ര പേരുണ്ട് 5 മണിക്ക് മുമ്പ് എഴുന്നേക്കുന്നവർ ഐ എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്. അപ്പൊ കുറെ പേര് രാവിലെയൊക്കെ എഴുന്നേക്കാൻ മടിയില്ലാത്തവരുണ്ട്. പലരും വളരെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ഹിന്ദി ബാച്ച് ഉണ്ടായിരുന്നു 5 മണിക്ക്. അപ്പൊ പലർക്കും രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാനത് 6:30 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഹിന്ദി അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചക്കലത്തെ 1 PM ബാച്ചും 9 PM ബാച്ചും കൂടാതെ ഈ രാവിലെയുള്ള 6:30ക്കുള്ള ബാച്ചിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഹിന്ദി അത്യാവശ്യം അറിയാവുന്നുണ്ടെങ്കിൽ, ടീച്ചറിന്റെ ഹിന്ദി മനസ്സിലാക്കാൻ പറ്റുന്ന ഹിന്ദിയുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ 6:30യുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മൾ ഒഴിവാക്കുക. ഈ സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ്, പലർക്കും എന്താ പറയുക, ഫോക്കസ് കിട്ടാത്തതിന്റെ കാര്യം ഈ ഓവർലോഡഡ് ഇൻഫർമേഷൻ അതൊക്കെ എടുത്ത് തലയിൽ വെക്കാതെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ആയിരിക്കുക. ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ ഒഴിവായിരിക്കുക. എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കൊപ്പം നമ്മൾ കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുക.
ഇപ്പോൾ പലരും നമ്മുടെ 9 PM ക്ലാസ്സിൽ 1 PM ക്ലാസ്സിലെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ട് അവിടെ എല്ലാം പോസിറ്റീവായിട്ടേ സംസാരിക്കും, ടീച്ചർ പോസിറ്റീവായിട്ടേ സംസാരിക്കും, ഗ്രൂപ്പിലുള്ളവരും പോസിറ്റീവായിട്ടേ സംസാരിക്കും. നമുക്കൊരു നല്ല കമ്മ്യൂണിറ്റിയാണ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കൊപ്പമാണ് സഹകരിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇല്ലാത്ത ചവർ നെഗറ്റീവ് മൊത്തം നമ്മുടെ വലയെ കൊണ്ടിടും, നമ്മൾ അത് ചിന്തിക്കും, നമ്മളും ഡൗൺ ആവും, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ, നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കുക. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും, മുമ്പോട്ട് പോകാൻ. ഇപ്പൊ തന്നെ ടീച്ചറിന്റെ സെഷൻ ഇത്രയും നേരം കേട്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ കുറേ അധികം നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ എന്റെ ലൈഫിൽ ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയാൻ, ഞാൻ ഹാപ്പിയായി ഇരുന്നിട്ട് ആ ഹാപ്പിനെസ് മറ്റുള്ളവർക്ക് കൊടുക്കാം. ഞാനേ ഡൗണായി ഉറക്കം തൂങ്ങി ഇരുന്നിട്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത്? ഒന്ന് ടീച്ചറിന്റെ ശരി, രണ്ട് ടീച്ചറിന്റെ എനർജി അല്ലെ. അപ്പൊ ആ ഹൈ എനർജിയിൽ നിൽക്കുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മുടെ എനർജി ഹൈ ആക്കി നല്ല ജില്ലായിട്ട് ആക്റ്റീവായിട്ട് എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല വളരണമെന്ന് ചിന്തിക്കുന്ന നല്ല മെന്റാലിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കും. ഓരോരുത്തരും 1 വർഷം 1.5 വർഷം ഞാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നും എന്നോടൊപ്പം ക്ലാസ്സിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അവർക്ക് പോകാൻ പറഞ്ഞ പോലെ അവർ പോവാതെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. കാര്യം എന്താണ്? അവരുടെ ഞാൻ പോകാൻ പറയല്ലേ, തമാശയ്ക്ക് പറഞ്ഞു അവരങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്ലാനർ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. പ്ലാൻ യുവർ ഡേ. ഓരോ ദിവസവും എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൺസിസ്റ്റൻസിയോട് കൂടി അത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും കൃത്യമായിട്ട് മെഡിറ്റേഷൻ ഒക്കെ മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യണം. മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിടാത്തവർക്ക് എങ്ങനെ മെഡിറ്റേഷനും ചെയ്യണം എന്നുള്ള വീഡിയോ ടീച്ചർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സുജാർ മോഹൻ മെഡിറ്റേഷൻ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് കണ്ട് കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിടാത്തവർക്ക്, പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുക. അതുപോലെ തന്നെ ടൈമിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. വെറുതെ ആവശ്യമില്ലാതെ സമയം പാഴിക്കളയരുത്. എപ്പോഴും നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം. ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ ആ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂളിൽ കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കുക. മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടുകൾ അതൊക്കെ പോയി ഇനി അത് വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിനെയൊക്കെ വീണ്ടും ലൈഫിലേക്ക് ആകർഷിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് പഠിക്കുക. എപ്പോഴും ആരോഗ്യമായിരിക്കും. ഇപ്പൊ മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോപ്പറായിട്ട് സ്ലീപ്പ്. പലരും എൻ്റെ അടുത്ത് 1-to-1 സെഷൻ, നമ്മുടെ ജൂൺ മന്തിലെ 1-to-1 സെഷൻ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. 1-to-1 സെഷൻ എടുക്കാനുള്ളത് ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറി എടുത്ത് 9526549978 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്. പേഴ്സണൽ സെഷൻ ഞാൻ നിർത്തി വെച്ചേക്കുമായിരുന്നു. കഴിഞ്ഞ 1 മന്ത് ബുക്കിംഗ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഞാനത് നിർത്തി വെച്ചേക്കുമായിരുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പിന്നെ സിൽവർ മെമ്പർഷിപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ നമ്മൾ 1-to-1 സെഷൻ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് സിൽവർ അറ്റൻഡ് ചെയ്തവർ മാത്രമാണ് 1-to-1 സെഷന് എലിജിബിൾ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് ഉറങ്ങുക. അതിൽ ഈ 1-to-1 വരുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചർ ഉറക്കമില്ല. എന്തുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്? പലർക്കും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഓവറായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടുന്നില്ല. ആവശ്യമില്ലാത്തതെല്ലാം കൂടെ തലയിലിട്ടിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താണ്, നമുക്ക് ഈ പറയുന്ന ബ്ലൂ റേസ് ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് ഇത് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഉറക്കവും വരത്തില്ല. നമ്മൾ പിന്നെയും അത് കാണണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ തോന്നും, ഉറങ്ങത്തില്ല. കൃത്യമായിട്ട് ഓരോരുത്തരും 6 to 8 hours സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഉറക്കമില്ലാതെ നമ്മൾ ഈ കിടന്ന് മാടുപോലെ പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ലൈഫിൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കിടന്ന് കൂലിപ്പണി എടുക്കുന്നവരൊക്കെ ആവണ്ടേ ലൈഫിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടേണ്ടത്? കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാവണ്ടേ? അവരൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ ലൈഫിൽ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. കഷ്ടപ്പെട്ട് നേടേണ്ട ഒന്നല്ല സക്സസ് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ലഭിക്കും. അതിന് നമ്മൾ ആ ഒരു അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തണം. അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തി പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു പ്രപഞ്ച മനസ്സിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി പറഞ്ഞെന്ന് അതിനെ ഫോളോ ചെയ്യുമ്പോഴാണ് സക്സസിന് മേലെ സക്സസ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോ പിന്നെ നിങ്ങൾ എല്ലാവർക്കും ആ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ടീച്ചർ ബ്ലസ് ചെയ്യുന്നു. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി, സ്പ്രെഡ് ഹാപ്പിനെസ്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഡൗട്ട്സ് ഉള്ളവർക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാന്ന്. ഡൗട്ട്സ് ഉള്ളവരൊക്കെ ചോദിക്കാം കേട്ടോ. റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടാൽ മതി, ടീച്ചർ വിളിക്കാം. ഓക്കെ, മഞ്ജു പറയൂ. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. രാവിലെ ഇവിടെ തൃക്കൊടിത്താനം അമ്പലമുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കൊടിത്താനം. അപ്പൊ അമ്പലത്തിൽ രാവിലെ പോയി ഇവിടുന്ന് 10 മണിയായി ഇറങ്ങിയപ്പോ ഞാൻ ടീച്ചറിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വരണേന്ന് പ്രാർത്ഥിച്ചോണ്ടാവും എന്ന് പറഞ്ഞിട്ടാ പോയത്. അഫർമേഷൻ പറഞ്ഞിട്ടാ പോയെ. 11:30 കറക്റ്റ് 11:30 ആയപ്പോ ഞാൻ ഇനി വന്നു.
ഞാന് മണി അഫർമേഷൻസ് കേൾക്കുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ആ വെൽത്ത് അഫർമേഷൻസ് എല്ലാം. ആ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് സാലറി വന്നു, പക്ഷെ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഈ മാസം കുറച്ചേറെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, ആ ആ. മോന്റെ സ്കൂൾ വർക്കുകളും ഒക്കെ ആയിട്ട് അതെ ബന്ധപ്പെട്ടിട്ട്. അതെ. പക്ഷെ എനിക്ക് ഇന്ന് രാവിലെ ഹസ്ബൻഡിനെ വിളിച്ചപ്പം എനിക്ക് പൈസ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, 53,000 രൂപ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര എത്ര അത് കൈയോടെ പറയണമെന്ന് ഓർത്തു. ആ, എത്ര എമൗണ്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? 53,000. 53,000. Very 53,000. super, super, super. Thank you for sharing your happiness. Very good, Manju ma'am. Manju ma'am, കോഴിക്കോട് മൈക്ക് മ്യൂട്ട് ആയിപ്പോയി. മഞ്ജു മാം, ഹലോ, കേൾക്കാമോ? മഞ്ജു മാം, കേൾക്കാമോ ടീച്ചറെ? കേൾക്കാമോ? നമ്മുടെ കോഴിക്കോട് അബണ്ടൻസ് ആക്സിലറേറ്റർ പ്രോഗ്രാമിലും പങ്കെടുത്തിരുന്നു. എന്തായിരുന്നു നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം? ഹലോ, ആ, കേൾക്കാമോ? ഒരു സെക്കൻഡ്. ഹലോ, കേൾക്കാമോ? ഞാന് എന്റെ നെറ്റ് ഒന്ന് ഡിസ്കണക്ട് ആയി പോയിരുന്നു. ഹലോ ഹലോ, കേൾക്കാമോ? മഞ്ജു മാം, കേൾക്കാമോ? കേൾക്കാം മാം. പറയൂ പറയൂ. ഞാനിപ്പോ 1 മാസമായിക്കൊണ്ട് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലുണ്ട്. യെസ്, അടുത്ത മാസത്തേക്ക് ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് വീണ്ടും. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ അബണ്ടൻസ് ആക്സിലറേറ്ററിൽ പങ്കെടുത്തില്ലേ? പങ്കെടുത്ത് കോഴിക്കോട് വന്നിരുന്നു. പറയൂ, എന്താണ് നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? തീർച്ചയായിട്ടും വളരെ നല്ല കാരണം. ടീച്ചറിന്റെ ഈ ഒരു ഒന്നാമത്തെ കാര്യം, ടീച്ചറിനെ കാണാൻ പറ്റുന്നു. ടീച്ചർ എനിക്ക് കാണുന്നില്ല കേട്ടോ. എന്നെ കാണാൻ പറ്റുന്നില്ല. അല്ല, അത് റേഞ്ചിന്റെ ഇഷ്യൂ. ഒന്നാമത്തെ കാര്യം, ടീച്ചറിനെ ഞാന് ജോയിൻ ചെയ്ത മോൻ ടീനേജേഴ്സിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിനെ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോനെ കൂടെ കൂട്ടി ഞാൻ അങ്ങ് വന്നത്. ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഞാൻ വന്നത്. കാരണം ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രകൃതിക്ഷോഭത്തിന്റെ ഒക്കെ ഒരു സമയമായിരുന്നുകൊണ്ട് ലീവിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ലീവ് സൺഡേ ആണെങ്കിൽ, പക്ഷെ എനിക്ക് പെട്ടെന്ന് അതിന്റെ സാഹചര്യം ഒരുങ്ങി എനിക്ക് വരാൻ പറ്റി, ടീച്ചറിനെ കാണാൻ പറ്റി. ജോയിൻ ചെയ്ത് 2 ആഴ്ചക്കകം ടീച്ചറിനെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. ആ ഒരു 9 to 5 ടീച്ചറിന്റെ ആ ഒരു ഹൈ എനർജി നമുക്ക് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. ഒന്നാമത് അതാണ് ഏറ്റവും പ്രധാനം. ബാക്കിയൊക്കെ എന്താ പറയാ, ടീച്ചറിനെ കാണാൻ പറ്റി, ടീച്ചറിനെ തൊടാൻ പറ്റി, ടീച്ചറിന്റെ ബ്ലെസ്സിങ്സ് കിട്ടിയതിന്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ആ പ്രാക്ടീസിലേക്ക് എല്ലാത്തിലേക്കും എത്തിയിട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. ആ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തരും റിസൾട്ട് പറയുന്നത്, എത്രയോ പേര് സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങി അവർ ഭയങ്കരമായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, അത് പഠിപ്പിച്ച കാര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. മാം അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. വെരി ഗുഡ്. അമ്പിളി പറയൂ. അമ്പിളിയുടെ പുതിയ വീട്ടിൽ അമ്പിളി താമസം തുടങ്ങി. പറയൂ, അമ്പിളിയുടെ ലൈഫിൽ ടീച്ചറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷമുള്ള മാറ്റങ്ങൾ പറയൂ. ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ. ഞാനിപ്പോ ടീച്ചറുടെ കൂടെ കൂടിയിട്ട് ഇപ്പൊ 1 വർഷമായി. കഴിഞ്ഞ 2023 ജൂണിലാണ് ജോയിൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ തീരില്ല, അത്രത്തോളം സക്സസ് ഉണ്ട്. അത്രയും ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു കഴിഞ്ഞ 26. അപ്പൊ സത്യം പറഞ്ഞ 23-ാം തീയതി പാലൊക്കെ കാച്ചുന്ന സമയത്ത് ശരിക്കും അന്ന് എനിക്ക് എങ്ങനെ ഇത് ഹൗസ് വാമിംഗ് എങ്ങനെ നടത്തണം എന്ന് പോലും അറിയില്ല. കാരണം അക്കൗണ്ടില് സത്യം പറഞ്ഞാല് ബാലൻസ് കുറവാണ്. അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു, ഒരു 50,000 എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോന്ന്. അപ്പൊ പിന്നെ അതിനെന്താന്ന് പറഞ്ഞു. കാരണം ഡെയിലി ഞാൻ ടീച്ചറുടെ മണി അഫർമേഷൻ കേട്ടിട്ടാണ് ഉറങ്ങാറ്. പിന്നെ മണി ഓഫ് ഓപ്പൺ. അപ്പൊ ഇതിനെപ്പറ്റി പറയുമ്പോൾ കളിയാക്കും, ഹസ്ബൻഡ് കളിയാക്കും. അപ്പൊ ഞാൻ 2 വർഷമായിട്ട് എന്റെ PF സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ PF ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2.5 വർഷം വർക്ക് ചെയ്യുന്ന എന്റെ PF കുറെ നാളായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്തവണയും PF-ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പൊ കിട്ടാത്തതിന്റെ പിറകെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി. അപ്പൊ കറക്റ്റ് എനിക്ക് ഇവിടെ വീടിന് പാല് കാച്ചുന്നതിന്റെ ഒരു ദിവസം 22-ാം തീയതി ഞാൻ പോലും ഞെട്ടിപ്പോയി. എനിക്ക് PF എമൗണ്ട് ആയിട്ട് 1,15,000 അക്കൗണ്ടിൽ കയറി. കൂടാതെ എനിക്കൊരു 50,000 ചിട്ടി അടിച്ചു. പിന്നെ LIC-ന്ന് ഒരു 50,000, ഒരു 50,000 ഒപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ എനിക്ക് ഏകദേശം എന്റെ അക്കൗണ്ടിലേക്ക് ആ ഒരു മാസം 2,20,000 രൂപ അക്കൗണ്ടിലേക്ക് കയറും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്നെ കളിയാക്കിയിരുന്ന ഹസ്ബൻഡ് പോലും ഇപ്പൊ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ തുടങ്ങി. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, ഇതിലൊന്നും ലോജിക്ക് ഇല്ല. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ ഒരു അനുഭവം പറയാം, അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ മുടങ്ങാതെ ഇവിടെ വന്നിട്ടും പോലും പ്രാക്ടീസ് ഇതുവരെ മുടങ്ങിയിട്ടില്ല. മെഡിറ്റേഷൻ ആയാലും അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് മാത്രം എന്റെ വീടിന്റെ പണി 2 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ വിഷ്വലൈസേഷൻ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തന്നെ വീടിന്റെ ഓരോ ഇന്റീരിയർ അടക്കം എനിക്ക് അതുപോലെ സെറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ്. ഫർണിച്ചറൊക്കെ അതിന് ഹൗസ് വാമിന് മുമ്പായിട്ട് ഫർണിച്ചർ എല്ലാം സെറ്റ് ചെയ്തു. ഹൗസ് വാമിന് വന്നവരൊക്കെ ഞങ്ങളെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്ത്. ശരിക്കും ഇത് എന്റെ മാത്രം ഇതൊന്നും അല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സുജ മാമിന് അത്രത്തോളം ഞാൻ എന്താ പറയാ, എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആ ഒരു നന്ദി, ആ ഒരു എന്താ പറയാ, ആ ഒരു ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു കടപ്പാടുണ്ട്. കാരണം എല്ലാവരും ടീച്ചറുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുക. കാരണം എന്റെ ലൈഫിൽ ഇത്രത്തോളം ചേഞ്ച്, കാരണം റിലേഷൻഷിപ്പിലായാലും മണിയിലായാലും ഹെൽത്തിലായാലും എല്ലാത്തിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അത് ടീച്ചറുടെയോടൊപ്പം കണ്ടിന്യൂസ് ആ ഒരു കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത നാളെ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ടീച്ചറുടെ കൂടെ തന്നെ അങ്ങോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. അപ്പൊ താങ്ക് യു so much teachers. Thank you for sharing your happiness. Yes, രേഷ്മ, yes പറയൂ രേഷ്മ. എന്താണ് റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടേക്കുന്നത്? മാഡം, ഞാൻ 9 PM ഉള്ളതാണ്. പറയൂ. മാഡം, അത് തിങ്കളാഴ്ച മുതൽ എന്റെ അമ്മ ജോയിൻ ചെയ്യുന്നു. അമ്മയുടെ മുട്ടിലൊരു ഹെൽത്ത് ബ്ലെസ്സിംഗ് ഉണ്ട്. അപ്പം അതിനു വേണ്ടി അമ്മയുടെ അടുത്ത് എന്തെങ്കിലും അമ്മയെടുത്ത് ടീച്ചറിന്റെ ഹെൽത്ത് അഫർമേഷൻസ് ഇല്ലേ മോളെ, അമ്മ മുട്ടിൽ കൈവച്ചിട്ട് ഹോപ്പോണോപ്പോണോ പ്രയർ ചെയ്യുക. അതുപോലെ തന്നെ ടീച്ചറിന്റെ ഹെൽത്ത് അഫർമേഷൻസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. മോൾ എന്ത് ചെയ്യുക, അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 2 നേരം ആ ഹെൽത്ത് അഫർമേഷൻസ് ഒന്ന് അമ്മയെ കേൾപ്പിച്ചു കൊടുക്കുക. ഇംഗ്ലീഷ് ഓക്കെ ആണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ മലയാളത്തിൽ ആ അഫർമേഷൻ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് 4-5 അഫർമേഷൻ അമ്മയ്ക്ക് ഒന്ന് എഴുതി കൊടുത്ത് അമ്മയെ കൊണ്ടത് പറയിക്കുക കേട്ടോ. യെസ്, ഡോക്ടർ സൂര്യ. മാം, യെസ് മാം, ഞാൻ ആദ്യമായിട്ട് മാമിന്റെ ക്ലാസ് മീൻസ് യൂട്യൂബിൽ കണ്ടു തുടങ്ങിയത് ഏപ്രിൽ മുതലാണ്. അപ്പൊ എനിക്ക് ഏപ്രിലിൽ മറ്റേ ഈ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ ആ മന്ത് 20 days മാജിക് പ്രാക്ടീസ് ചെയ്തു. 28 days അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് മന്ത് മെയ്യിലാണ് ഞാൻ മാമിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. അപ്പൊ അന്ന് മുതൽ മാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ടോന്ന് ഓർമ്മയില്ല. എനിക്ക് ഒരു ക്ലിനിക്ക്, എന്റെ ഫസ്റ്റ് ബ്രാഞ്ച് ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 8 മാസം റൂമൊക്കെ എടുത്ത് വെച്ചതാ. പക്ഷെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു 1 month പെയിന്റിങ്ങും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ആകെ കുറച്ച് പണി മാത്രമേ ബാക്കിയുള്ളൂ. അതുമല്ല, എന്റെ ഈ മന്ത് വരുമാനം ഒരു കഴിഞ്ഞ മാസത്തിൽ കിട്ടിയതിനേക്കാളും ഡബിൾ ആയി. ഇപ്പൊ ഏകദേശം എത്രയാന്ന് പറയാവോ? ഇപ്പൊ ഏകദേശം ഒരു 1 lakh അടുത്തായി. സൂപ്പർ. എല്ലാരും നല്ലൊരു കൈയ്യടി എടുക്കാം ഡോക്ടർ സൂര്യ. ഇനിയും ഏൺ ചെയ്യാൻ കഴിയട്ടെ. 9 PM ക്ലാസ് മെമ്പർ ആണല്ലേ? അതെ അതെ. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഹാപ്പിനെസ് വിത്ത് us. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ സൂര്യ. എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് ഡോക്ടർ സൂര്യക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. Congratulations. യെസ്, അപ്പൊ ഇതാണ് മാജിക് എന്ന് പറഞ്ഞു. പലരും വിചാരിക്കും എങ്ങനെയാണ് ലൈഫിൽ മാജിക് സംഭവിക്കുക. മാജിക് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് വൈബ്രേഷണൽ തലം ഉയരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, റിലേഷൻഷിപ്പ് മെച്ചമാവും, കരിയർ ഉയർച്ചയിലേക്ക് എത്തും. നമുക്ക് ഇഷ്ടം പോലെ പൈസ നേടാനുള്ള ഇഷ്ടംപോലെ മാർഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മളുടെ ഫോക്കസ് അതിലേക്കൊന്നും അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എനർജി അതിന് മാച്ച് ആകാത്തതുകൊണ്ടാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ പങ്കെടുത്ത് പ്രാക്ടീസുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരും. യെസ്, സുനിൽ സാറേ പറയൂ സാറേ. 1 second, let me unmute you. യെസ്, പറയൂ സുനിൽ സാറേ. സാറെ കേൾക്കുന്നില്ല, സാറിന്റെ മൈക്ക് ഓഫ് ആണ്. ടീച്ചർ നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം ടീച്ചർ, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, ഞാൻ ആക്ച്വലി നാളെ മുതല് ഉള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാണ്. ഏതിലാണ്? 1 PM ആണോ 9 PM ആണോ സാർ സെലക്ട് ചെയ്തേക്കുന്നത്? 1 PM ആണ് എനിക്ക് കംഫർട്ടബിൾ. ഇന്ത്യൻ ടൈം 1 PM. നാളെ മിക്കവാറും എനിക്ക് 1 PM ചെയ്യാൻ പറ്റും. എന്റെ ജോലി പല സമയത്ത് മാറി വരണ പോലെ ജോലി. അപ്പൊ ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറിയോട് ഒന്ന് പറഞ്ഞേക്കൂ സാർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ലിങ്ക് കിട്ടുന്ന പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ടീച്ചറുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടു. എനിക്ക് ഭയങ്കര വലിയ സന്തോഷം. ഓക്കെ, ഭയങ്കര വലിയ ഒരു ഇൻഫ്ലുവൻസർ ആണ് ടീച്ചറുടെ വർത്തമാനങ്ങളോ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. വീട്ടിലെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടമായി. ഓക്കെ, അപ്പൊ ടീച്ചറോട് നേരിട്ടൊന്ന് സംസാരിക്കണം എന്ന് എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. ജിംനാഷ് പറയൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ടീച്ചറോട് സംസാരിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ റൈസ് ഹാൻഡ് ഓപ്ഷൻ ഇട്ടേക്കൂ. പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. ജിംന, കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ മാം, ഇപ്പൊ കേൾക്കാം. ഞാൻ വൈഫാണ്. ജിംനാഷ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് എടുത്തത്, ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്നാണ്. ഹസ്ബൻഡിന്റെ പേരെന്താ? ജിംനാഷ്. ഓക്കെ, സോറി. യെസ്, പറയൂ. ഹരിത, എന്റെ പേര് ഹരിത. ഹരിത, ഓക്കെ ഓക്കെ. ഞാൻ രാവിലെ മാഡത്തിന്റെ ലൈവ് ചാറ്റിൽ ഉണ്ടായിരുന്നു യൂട്യൂബ്, അപ്പൊ അത് കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ആദ്യമായിട്ട് ഇതിൽ കണ്ടത് യൂട്യൂബ് വഴി മാഡത്തിന്റെ വീഡിയോസ്. അപ്പം ആ സമയത്ത് അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സമയമായിരുന്നു. ഒരു വീടായാലും, ഞാൻ ഓൾറെഡി ഒരു ലിസ്റ്റിലുള്ള ആളാണ്. അപ്പൊ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കുറെ പേര് ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ടേൺ ആവുന്ന വരെ നമ്മള് മാനിഫെസ്റ്റേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കാന്ന് വിചാരിച്ചു. സന്തോഷായിരിക്കും. അപ്പൊ ഞങ്ങള് വീട് പണിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഡത്തിന്റെ ബ്ലെസ്സിങ് ഉണ്ടാവണം. തീർച്ചയായിട്ടും ടീച്ചറിന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി അതിൽ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ കഴിയട്ടെ. ഞാൻ അമ്പിളിക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ആ വീട്ടിൽ താമസിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും, ഇതെന്റെ ഭാഗ്യ വീട്, ഈ വീട്ടിൽ എനിക്ക് എപ്പോഴും സന്തോഷം മാത്രമാണ്. ഞാൻ എന്റെ ഈ പുതിയ വീടിന് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു, എന്റെ വീടിനെ ബ്ലസ് ചെയ്യുക, വീടിനോട് പറഞ്ഞു ഇതെന്റെ ഭാഗ്യ വീട്, എന്റെ വീട് എല്ലാ സൗഭാഗ്യങ്ങളും എന്നിലേക്ക് കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷമാണ്, സമാധാനമാണ്, കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ താമസിക്കുന്ന വീടിനെ നിങ്ങൾ ബ്ലസ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഒരു റെന്റൽ ഹോമിലായിരിക്കും താമസിക്കുക. ഫോർ എക്സാമ്പിൾ, നാളെ ആ വീടിന് തന്നെയാണ് നമ്മള് ഓൾറെഡി പുറത്താണ് നിൽക്കുന്നത്. ഹസ്ബൻഡിന് ജോലിയായിട്ട് ഞങ്ങള് ബാംഗ്ലൂരാണ്. അപ്പൊ നാട്ടില് എന്തായാലും ഒരു വീട് എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പം നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യും. അപ്പൊ അമ്പിളി പറഞ്ഞില്ലേ, വിഷ്വലൈസ് ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിനകത്ത് നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നതായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. യെസ്, ആതിര ഭാഗ്യരാജ് പറയൂ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഒരു 12 ഡേയ്സ് ആയുള്ളൂ ഞാൻ വീഡിയോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നാളത്തെ ക്ലാസ്സിൽ നാളത്തെ ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിയുമ്പോ തന്നെ മനസ്സങ്ങ് ലൈറ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഫെദർ പോലെ പോകുന്ന പോലെ മനസ്സ് അത്രയും ഭാരം കുറയും. കാര്യം നമ്മൾ ഈശ്വരനുമായിട്ട്, പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ആവല്ലോ, പ്രപഞ്ചത്തോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലേക്ക് ഓരോ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്, ഇതൊക്കെ എന്റെ എന്തോ കഴിവുകൊണ്ടാണെന്നുള്ളൊരു നെഗറ്റീവ് ഒരു മൈൻഡ് സെറ്റ്, ഒരു അഹങ്കാരത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മൾ അതിനെല്ലാത്തിനും നന്ദി പറഞ്ഞ് ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞിടും. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ടീയേഴ്സ്, അതൊരു ഹാപ്പിനെസ് ടീയേഴ്സ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ നന്ദിയോടെ ഇരിക്കും. എല്ലാവരോടും പറയാനുള്ളത് അതാണ്, നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ ജീവിച്ചാൽ ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാകുന്ന എന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. യെസ് ആതിര, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഹാപ്പിനെസ്. താങ്ക് യു. വിനോദ് സാറേ. ടീച്ചർ, ഞാൻ ടീച്ചറുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഇതുപോലെ സൺഡേ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാറുണ്ട്. ആക്ച്വലി എനിക്ക് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ടൈമിങ്ങിന് ഈവനിങ്ങിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 9 എന്നുള്ളത് 9:30 മാറ്റാൻ പറ്റുമോ ടീച്ചർക്ക്? സാറേ, നമ്മുടെ ഒരു ബ്രാൻഡാണ് 9 മണിയുടെ ക്ലാസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ബ്രാൻഡാണ് നമ്മുടെ. ആ ടൈമിങ്ങിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ജോലിക്കൊക്കെ പോയിട്ടേ സാറേ, അവർ വന്നിട്ട് 9 തൊട്ട് 10 വരെ അവരിക്കും. പിന്നെ അവരിരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങും. പാവങ്ങൾ രാവിലേക്ക് വെളുപ്പിലേക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകും. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് സാർ ഒരു കാര്യം ചെയ്യുക, 9 മണിക്ക് ക്ലാസ്സിൽ കേട്ട് അരമണിക്കൂർ വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് അറ്റൻഡ് ചെയ്തോ. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നിട്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ. എനിക്ക് റേഞ്ച് കിട്ടില്ല. സാർ അങ്ങനെയാണെങ്കിൽ ഉച്ചക്കലത്തെ ബാച്ചും പറ്റൂല അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ. സാറിന് ഹിന്ദി അറിയാമോ? ഹിന്ദി അറിയാം, പക്ഷേ അത് അല്ല കുഴപ്പമില്ല, ഞാൻ പറയുന്നത് അത്യാവശ്യം കേട്ടോണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ സാർ രാവിലെ 6:30 ഒരു ഹിന്ദി ബാച്ച് ഉണ്ട്, 6:30 to 7:30 ആ ബാച്ചിലേക്ക് കേട്ടോ. ഓക്കെ ഓക്കെ. ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറി എടുത്ത് പറഞ്ഞാൽ മതി, ആ കുട്ടി ഗൈഡ് ചെയ്ത് തരും എന്തൊക്കെയാണ്. അഫ്ര പറയൂ. അൺമ്യൂട്ട് ചെയ്തിട്ട്. ഞാന് മാമിന്റെ അഫ്രയുടെ മദറാണ്. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് മോളെയാണ് ഫസ്റ്റ് അതിൽ ചേർത്തിയത്. അപ്പം അവൾ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറയണ എന്തായാലും വേണ്ടില്ല ഉമ്മ അതിൽ എന്തായാലും ചേരണം എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ഇനിഷ്യേറ്റീവ് കാരണമാണ്. അപ്പൊ നാളെ തൊട്ട് ഞാൻ ക്ലാസ്സിലുണ്ട്. അപ്പൊ അവൾ എന്നോട് എപ്പോഴും പറഞ്ഞു
സത്യം പറഞ്ഞാൽ അപ്പൊ നമ്മുടെ മക്കളെ മാത്രം മാറ്റിയാ പോരാ, നമ്മൾ ആസ് എ പേരൻസ് നമ്മൾ അതെ പോസിറ്റീവ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിള്ളേര് പോസിറ്റീവ് അതെ അപ്പൊ ഞാന് അവൾക്ക് ഒരുപാട് മാറ്റുണ്ട്. ചെറിയൊരു കുട്ടിയാണ്, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അവൾക്ക് പറഞ്ഞ മനസ്സിനൊരു സമാധാനമാണ് മിസ്സിന്റെ ക്ലാസ് കഴിയുമ്പോ. അവളെന്നെ അങ്ങനെ പറയുമ്പോ അവളെ പൈസ ഒന്നും നോക്കണ്ട, ഉമ്മി അതിൽ ജോയിൻ ചെയ്തോ, നമുക്ക് പൈസ നല്ല വലുത്, സമാധാനം കിട്ടും. അപ്പൊ ഞാന് രണ്ടിലോ അടുത്ത മൂന്നിലോ പഠിക്കുന്ന കൊച്ചു പറയുന്നതാണ്. അതെ അതെ അതെ. അപ്പം അവളിപ്പോ എന്റെ അടുത്തുണ്ട്, അവന് പറയും അഫ്രന്റെ ഉമ്മയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു മകളെ, താങ്ക് യു ഫോർ ഷെയറിംഗ് ഹാപ്പിനെസ്. സൗമ്യ, സൗമ്യ പറയൂ പറയൂ. ഞാൻ ഫസ്റ്റ് ടൈം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ജോയിൻ ചെയ്തായിരുന്നു സ്കൂൾ വീട്ടില്. ഇപ്പൊ സെക്കൻഡ് ആണ്. ഞാൻ കുറച്ചായപ്പോഴാണ്, പകുതിയായി, അന്നേരം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഞാൻ നാളെ മുതൽ ക്ലാസ്സിൽ കയറാനായിട്ട് തീരുമാനിച്ചിരിക്കണായിരുന്നു. എനിക്ക് പിള്ളേരെ ഞാൻ മൊത്തത്തിൽ ഒന്നും ഇല്ലാണ്ട ഇപ്പൊ കേറാൻ പോണത്. നിങ്ങളുടെ എല്ലാരും പറയണതിന്റെ ആ ഒരു ഇതില് എനിക്കും ആവണമെന്നുള്ള ഒരു തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആകണം എന്നൊരു ബേണിംഗ് ഡിസയർ മാത്രം മതി. കാര്യം ഞാൻ എന്റെ ലൈഫ്, എന്റെ കഥ അറിയാവുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഹെൽത്തോ ഒരു കാര്യങ്ങൾ 5 പൈസ കയ്യിൽ ഇല്ലാതെ തുടങ്ങിയ ജേണിയാണ്. ഇന്നിപ്പോ ഇവിടം വരെ എത്തി നിൽക്കുന്ന ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട്, ഒന്നിന് ഹാർഡ് വർക്ക് വേണ്ടി വന്നിട്ട്. ഇപ്പൊ ടീച്ചർ പറയുന്നത് 100% സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്ത റിസൾട്ട് ഉറപ്പാണ്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങളുടെ ലൈഫ് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രയും, ഞാൻ എപ്പോഴും കഴിഞ്ഞ 3 വർഷമായിട്ട് എല്ലാവർക്കും ഉറപ്പ് കൊടുക്കുന്ന കാര്യമാണ്. ആരും എന്റെ അടുത്ത് തിരിഞ്ഞെന്ന് ചോദിച്ചിട്ടില്ല. പ്രാക്ടീസ് ചെയ്യാതെ ചോദിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്ത റിസൾട്ട് ഉറപ്പായിട്ട്. എനിക്ക് പിള്ളേരെയും ചേർക്കണം എന്ന് വെച്ചാൽ ഒരടുക്കും ചിട്ടയില്ലാണ്ടാ ശരിക്കും ഇപ്പൊ പോണത്. അടുക്കും ചിട്ട ഉണ്ടാവാൻ സൂപ്പറാണ്. നമ്മുടെ കിഡ്സും ടീനേജ് രണ്ടിലും ഞാൻ എപ്പോഴും എല്ലാ ദിവസവും പാട്ടുപാടി പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിയുമ്പോൾ അവർ അതുപോലെ ആയിക്കോളും. ഓക്കെ, അത് അവർക്ക് മടിയുണ്ട് ചേരാനായിട്ട്. ഇങ്ങനെ പിള്ളേർക്ക് അങ്ങനെയാണ് കാര്യം. അവർക്ക് ഇതിനകത്ത് വലിയൊരു താല്പര്യം കാണത്തില്ല. അപ്പൊ എന്തായാലും ഒരു മാസം അവരെ ഒന്ന് ഫോഴ്സ് ചെയ്തിരുത്തും, പിന്നെ അവരങ്ങ് ടീച്ചറിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ അവരങ്ങ് കണ്ടിന്യൂ ചെയ്തോളും കേട്ടോ. അപ്പൊ കിഡ്സ് ബാച്ച് എന്നാ തുടങ്ങണത്, എപ്പോഴാണ്? 12-ാം തീയതി, ജൂൺ 12. മക്കൾക്ക് 3 പേരുണ്ട്. 2ഉം 12 തന്നെയാണ് കേട്ടോ. 3 പേരുണ്ട്, 3 പേർക്ക് ചേരണം. അപ്പൊ പറഞ്ഞാൽ മതി, ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി, ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് എവരി വൺ. ടീച്ചറുടെ അടുത്ത ഹിന്ദി സെഷനുള്ള സമയമായി. ടീച്ചർ പോവാണ്. താങ്ക് യു.